മഴതോറും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ബാലചന്ദ്രനെ ഹോസ്പിറ്റലിലാക്കി തിരികെ എത്തിയ അലീന വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. ബബിതക്കും കൃഷ്ണമോൾക്കും കഴിക്കാനുള്ള ഫുഡൊക്കെ റെഡിയാക്കി വെച്ച് അവൾ ഓരോന്നോരോന്നായി നീക്കുന്നു. അതിനിടയിൽ ഗോവർദ്ധനെ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. രോഹിത്തിനെ പോലീസ് പൊക്കിയ വിവരമൊക്കെ അവൾ അറിഞ്ഞു. ഹരിയും വേറെ 2 പയ്യന്മാരും കൂടെയുണ്ട്. ഗോവർദ്ധനൻ അങ്കിൾ സ്റ്റേഷനിലേക്ക് പോയി കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കണം. ആ പെൺകുട്ടിക്ക് 18 തികഞ്ഞിട്ടില്ല എന്നാ അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് കേസ് നല്ല സ്ട്രോങ് ആവാൻ സാധ്യതയുണ്ട്. രോഹിത്തിനെ ജാമ്യത്തിലിറക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കണമെന്നും അലീന പറഞ്ഞു. ഇത് കേട്ട് ഗോവർദ്ധനൻ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. കടകളൊക്കെ തുറന്നതിനു ശേഷം ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് ഗോവർദ്ധനൻ കരുതിയെങ്കിലും അലീന അത് വിലക്കി. ഒരാഴ്ചത്തേക്ക് ഷോപ്പുകളൊന്നും തുറക്കേണ്ട അങ്കിളെ, കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്നാ അവൾ പറയുന്നത്. ഗോവർദ്ധനൻ നേരെ ഹോസ്പിറ്റലിലെത്തി ബാലചന്ദ്രനെ കണ്ടു. ബാലേട്ടാ, ഇപ്പൊ എങ്ങനെയുണ്ട്? കുറച്ച് ആശ്വാസമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആശ്വാസം മരിച്ചു പോയിരുന്നുവെങ്കിൽ കിട്ടിയേനെ എന്നാണ് തകർന്നുകൊണ്ട് തന്നെ അച്ഛനായി ബാലചന്ദ്രൻ മറുപടി നൽകുന്നത്. അലീന പറഞ്ഞതുപോലെ കടകളൊന്നും തുറക്കണ്ട എന്ന് ബാലചന്ദ്രനും സമ്മതിച്ചു. ബാലേട്ട, രോഹിത്തിന്റെ കേസ് സീരിയസ് ആണ്. അവനെ ജാമ്യത്തിലിറക്കേണ്ടേ? ഗോവർദ്ധനന്റെ ചോദ്യം കേട്ട് ബാലചന്ദ്രന്റെ ഉള്ളുലയുന്നുണ്ട്. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അവനെ ജാമ്യത്തിൽ ഇറക്കേണ്ട എന്നാ ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ ഞാനൊരു അച്ഛനല്ലേടാ എന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങ് വിങ്ങിപ്പൊട്ടിക്കരഞ്ഞു. കൈമടക്ക് വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റേഷനിലെ അടി ഒഴിവാക്കാമെന്ന് ഗോവർദ്ധനൻ പറഞ്ഞുവെങ്കിലും അവന് തല്ലുകൊള്ളട്ടെ, അതിന് ഞാനൊരു നയ പൈസ ചിലവാക്കില്ല എന്ന് ബാലചന്ദ്രൻ അങ്ങ് കടുപ്പിച്ച് പറയാണ്. ഉള്ളിൽ വിഷമമുണ്ട് എങ്കിലും അവനൊരു പാഠമാവട്ടെ എന്ന് അദ്ദേഹം തീരുമാനിച്ചു. പിന്നീട് ഗോവർദ്ധനൻ അലീനയെ കാണാൻ നെടുമ്പരക്കൽ വീട്ടിലേക്കെത്തി. അവിടെ അലീന രോഹിത്തിന്റെ മുറി അടിച്ചു വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. തിരച്ചിനിടയിൽ അശ്ലീല വീഡിയോയുള്ള പെൻഡ്രൈവുകളും ഫോട്ടോസും ബുക്സുമൊക്കെ അവൾക്ക് അവിടെ നിന്നും കിട്ടി. അതൊരു ബോക്സിലാക്കി വരുമ്പോഴാണ് ഗോവർദ്ധനനെ കാണുന്നത്. നീ എന്താ ഈ കാണിക്കുന്നത് എന്ന് ഗോവർദ്ധനൻ ചോദിക്കുമ്പോൾ അലീന ആ ഒരു ബോക്സ് അദ്ദേഹത്തിന് നേരെ നീട്ടി. പോലീസുകാർ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു തെളിവായി എടുക്കും മംഗളെ, അതുകൊണ്ട് ഇതെല്ലാം മുൻകൂട്ടി മാറ്റിയതാണെന്ന് പറയും. അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടരുത്. ചിലപ്പോ ഹരിയുടെ പ്രലോഭനത്തിൽ വീണുകൊണ്ട് കൂടെ പോയതായിരിക്കാം. സത്യം അറിയുന്നതുവരെ ഇതൊന്നും പുറത്തു വരരുത്. അങ്കിൾ ഇതാരും അറിയാതെ നശിപ്പിച്ച് കളയണമെന്ന് അവൾ പറഞ്ഞുറപ്പിക്കുന്നു. ഗോവർദ്ധനൻ അത് വാങ്ങി തന്റെ കയ്യിൽ വെച്ചു. ജാമ്യം കിട്ടാൻ പാടാണെങ്കിലും നോക്കാമെന്നും ബാലചന്ദ്രന്റെ അവസ്ഥയും അദ്ദേഹം അലീനയെ അറിയിച്ചു. താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ബബിതയും കൃഷ്ണമോളും ഗോവർദ്ധനെ തടഞ്ഞു. അലീനയോട് മാത്രം പറഞ്ഞാൽ മതിയോ? ഞങ്ങളൊന്നും അച്ഛന്റെ മക്കളല്ലേ? രോഹിത്തേട്ടന്റെ അവസ്ഥ ഞങ്ങളും അറിയണ്ടേ എന്ന് ബബിത തട്ടിക്കയറി ചോദിച്ചു. അന്നേരം ഗോവർദ്ധൻ അവർക്കൊരു തക്ക മറുപടി തന്നെ കൊടുത്തു. എടി, നിന്റെ അച്ഛനും അമ്മയും ഹോസ്പിറ്റലിലാണ്. കൂടെ പിറന്നവൻ പീഡനക്കേസിൽ അകത്താണ്. ഇനിയെങ്കിലും നീ ഒന്ന് നിലത്തിറങ്ങി അന്തസ്സായി ജീവിക്കാൻ നോക്ക്. അതൊരു വലിയ ഇൻസൾട്ടായി തന്നെ ബബിതക്ക് തോന്നി. അലീന ചെന്ന് ബബിതയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയെങ്കിലും നിന്റെ വായിൽ നിന്നും എനിക്കൊന്നും അറിയണ്ടടി എന്നൊക്കെ പറഞ്ഞു കൊടുത്തതിനെ ബബിത ദേഷ്യപ്പെട്ട് അകത്തേക്കങ്ങ് പോയി. പിറ്റേന്ന് രാവിലെ തന്നെ പോലീസ് അലീനെ അന്വേഷിച്ച് വീട്ടിലേക്കെത്തി. തെളിവെടുപ്പിന്റെ ഭാഗമായി രോഹിത്തിന്റെ മുറി അവർ പരിശോധിച്ചു. എന്നാൽ സംശയാസ്പദമായി ഒന്നും തന്നെ അവിടെ നിന്നും കിട്ടിയില്ല. പോലീസ് അലീനെ ആദ്യം ചോദ്യം ചെയ്യാൻ തുടങ്ങി. നീ ഇവിടുത്തെ വേലക്കാരിയല്ലേ? എത്ര കാലമായി ജോലിക്ക് തുടങ്ങിയിട്ട്? രോഹിത് നിന്നോട് എങ്ങനെയാണ് പെരുമാറിയത് എന്നൊക്കെ SI ചോദിക്കുമ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നു എന്ന് അവൾ മറുപടി നൽകി. കൂടുതൽ വിവരങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവർ അലീനയെ ജീപ്പിൽ കയറ്റിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. നിങ്ങൾ വാതിലടച്ച് സുരക്ഷിതമായിരിക്കണമെന്നും കുട്ടികളോട് പറഞ്ഞുകൊണ്ടായിരിക്കട്ടോ അലീന അവിടെ നിന്നും യാത്രയാവുന്നത്. സ്റ്റേഷനിൽ മീഡിയക്കാരും നാട്ടുകാരും തടിച്ചുകൂടിയിരിക്കുന്നുണ്ട്. അലീനയെ കണ്ടപ്പോൾ ഇരയായ പെൺകുട്ടി ഇവളായിരിക്കുമെന്നൊക്കെ കരുതിക്കൊണ്ട് തന്നെ എല്ലാവരും ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുക്കാൻ തിരക്ക് കൂട്ടി. അതൊന്നും വകവെക്കാതെ അവൾ ഉള്ളിലേക്ക് കയറി. അവിടെ ലോക്കപ്പിൽ അവശനായി കിടക്കുന്ന രോഹിതിനെ കണ്ടപ്പോൾ അലീനയുടെ നെഞ്ച് തകർന്നു. അവന്റെ മുഖം വീർത്ത് ചുവന്നിട്ടുണ്ടായിരുന്നു. പോലീസുകാർ അവനെ ശരിക്കും അങ്ങ് പെരുമാറിയെന്ന് അവൾക്ക് മനസ്സിലായി. SI അലീനയോട് മോശമായി തന്നെ സംസാരിക്കാൻ തുടങ്ങി. നീ ഇതിനു മുൻപ് വല്ല അശ്ലീല വീഡിയോസിലും അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അലീനക്ക് ശരിക്കും അങ്ങ് ദേഷ്യം വന്നു. ഇല്ലെന്ന് അവൾ ഉറക്കെ പറഞ്ഞു. ഉടനെ SI രോഹിത്തിനോടും ഹരിയോടുമായിട്ട് ചോദിച്ചു, നിങ്ങൾ ഇവളോട് മോശമായി പെരുമാറിയിട്ടുണ്ടോ എന്ന്. അന്നേരം രോഹിത് സത്യം വിളിച്ചു പറഞ്ഞു. അതെ, ജ്യൂസിൽ മയക്കുമരുന്ന് കൊടുത്തിട്ട് ഞാൻ ഇവളെ റേപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് എന്ന് പറയും. ഇത് കേട്ട് SI അലീനയുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് സത്യമാണോ എന്ന്. അന്നേരം അലീന നിശബ്ദമായി നിന്നു. അടി കിട്ടിയപ്പോൾ അവർ എല്ലാം തുറന്നു പറഞ്ഞുവെന്ന് അവൾക്ക് മനസ്സിലായി. അന്ന് കത്രിക കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചാണ് അലീന രക്ഷപ്പെട്ടത് എന്ന് രോഹിത് വിവരിച്ചു. അപ്പോഴാണ് SIക്ക് പഴയൊരു കാര്യം ഓർമ്മ വന്നത്. അന്ന് ഹോസ്പിറ്റലിൽ വന്ന് നിന്റെ മൊഴിയെടുത്തത് ഞാനായിരുന്നു. അന്ന് നീ എന്താ എന്നോട് തുറന്നു പറയാതിരുന്നത്? അദ്ദേഹം ചോദിച്ചു. അവരുടെ കുടുംബത്തിന്റെയും ഭാവിയെയും ഓർത്തുകൊണ്ടാണ് താൻ മിണ്ടാതിരുന്നത് എന്ന് അലീന മറുപടി നൽകി. എന്നിട്ട് ഇപ്പൊ എന്തായി? അവർ നല്ലവരായോ? അന്ന് നീ അത് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് മറ്റൊരു പെൺകുട്ടിക്ക് ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു. അതുകൊണ്ട് നീയും ഇതിൽ കുറ്റക്കാരിയാണെന്ന് പോലീസ് ശകാരിക്കുമ്പോൾ അലീനക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി.
മുൻപും ഇവർക്ക് ഇത്തരത്തിലുള്ള സ്വഭാവമുണ്ടായിരുന്നു എന്ന തെളിവുകൾ പോലീസ് കണ്ടെത്തി. എങ്കിലും രോഹിത് നേരിട്ട് ആ ഒരു ക്രൂരത ചെയ്തിട്ടില്ലെന്ന് അലീനയ്ക്ക് പിന്നീട് മനസ്സിലാവുന്നുണ്ട്. അലീനയുടെ മനസ്സിൽ കുറ്റബോധം ഒരു കനലായി എരിയുന്നുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്നും മടങ്ങുമ്പോഴും എസ്ഐയുടെ വാക്കുകൾ അവളുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. താൻ അന്ന് കാണിച്ച ദയ മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കാൻ കാരണമായല്ലോ എന്ന് ഓർത്തുകൊണ്ട് തന്നെ അവൾ വിങ്ങിപ്പൊട്ടി. എന്നാൽ രോഹിത്തിന്റെ അവസ്ഥ അവളെ അതിലേറെ തന്നെ വേദനിപ്പിച്ചു. അവൻ ആസൂത്രണത്തിൽ പങ്കാളിയായെങ്കിലും ആ ക്രൂരകൃത്യം നേരിട്ട് ചെയ്തിട്ടില്ല എന്ന് അവൾക്ക് എവിടെയോ ഒരു വിശ്വാസമുണ്ടായിരുന്നു. അലീന രഹസ്യമായി രോഹിത്തിന്റെ സുഹൃത്തുക്കളെയും ആ രാത്രിയിൽ കൂടെയുണ്ടായിരുന്നവരെയും നിരീക്ഷിക്കാൻ തുടങ്ങി. ഹരിയുടെ തനിനിറം പുറത്തു കൊണ്ടുവന്നാൽ മാത്രമേ രോഹിത്തിനെ രക്ഷിക്കാൻ കഴിയൂ എന്ന് അവൾക്ക് ബോധ്യപ്പെട്ടു. ഇതിനിടയിൽ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി വന്ന ബാലചന്ദ്രൻ മകനെ തള്ളിപ്പറഞ്ഞുവെങ്കിലും അലീനയുടെ നിശബ്ദമായ നീക്കങ്ങൾ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരു രാത്രിയിൽ ഹരിയുടെ ഫോൺ റെക്കോർഡിംഗ്സുകൾ അലീനയ്ക്ക് അവിചാരിതമായി ലഭിച്ചു. അതിൽ ഹരി തന്റെ സുഹൃത്തുക്കളോട് രോഹിത്തിനെ എങ്ങനെയെങ്കിലും കൊടുക്കണമെന്നും ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചപ്പോൾ രോഹിത്ത് തടയാൻ ശ്രമിച്ചതും പരിഹസിച്ച് പറയുന്നതെല്ലാം തന്നെ വ്യക്തമായിരുന്നു. രോഹിത്തിനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഹരി കൂടെ നിർത്തിയിരിക്കുന്നത് എന്ന വലിയ സത്യം അവിടെ വെളിപ്പെട്ടു. കേസ് കോടതിയിൽ എത്തിയപ്പോൾ എല്ലാവരും രോഹിത്തിനെതിരെ തന്നെ തിരിഞ്ഞു. എന്നാൽ അലീന സാക്ഷിമൊഴി നൽകാൻ തന്നെ എത്തിയത് എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു. അവൾ തന്റെ കയ്യിലുള്ള ഡിജിറ്റൽ തെളിവുകൾക്ക് കോടതിയിൽ ഹാജരാക്കി. യജമാനന്റെ മകനായതുകൊണ്ടല്ല ഞാൻ ഇത് പറയുന്നത്, മറിച്ച് ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്നതുകൊണ്ട് മാത്രമാണ്. അവൻ തെറ്റായ കൂട്ടുകെട്ടിൽ പെട്ടു എന്നത് സത്യമാണ്. പക്ഷേ ഈ ക്രൂരതയിൽ അവന്റെ കൈകൾ ശുദ്ധമാണെന്ന് അലീന തെളിയിക്കും. അലീനയുടെ ആത്മവിശ്വാസത്തോടെയുള്ള മൊഴികളും തെളിവുകളും കേസിനെ മാറ്റിമറിച്ചു. ഹരിയുടെ വക്കീലിന് പിന്നെ ഒന്നും തന്നെ മിണ്ടാനായില്ല. കോടതി രോഹിത്തിനെ ആ വലിയ കുറ്റത്തിൽ നിന്നും ഒഴിവാക്കുകയും ഗൂഢാലോചനയിൽ പങ്കെടുത്തതിന് ലഘുവായ ശിക്ഷ മാത്രം നൽകുകയും ചെയ്തു. എന്നാൽ ഹരിശങ്കറിന് ജീവപര്യന്തം തടവ് വിധിച്ചു. ജയിലിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ രോഹിത്ത് പഴയ രോഹിത്ത് ആയിരുന്നില്ല. അലീനയുടെ കണ്ണുകളിലെ സത്യസന്ധത അവനെ മാറ്റിമറിച്ചു. വീട്ടിലേക്കെത്തിയ അലീനയുടെ കാല് തൊട്ട് തന്നെ രോഹിത്ത് വന്ദിച്ചു. എന്നെ വെറുക്കാതെ കൂടെ നിന്നതിന് നന്ദി അലീന ചേച്ചി, അവൻ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. രോഹിത്തും ബബിതയും തന്റെ തെറ്റുകളെല്ലാം തന്നെ തിരുത്തിക്കൊണ്ട് തന്നെ അലീനെ ആ കുടുംബത്തിലെ ഒരു അംഗമായി തന്നെ സ്വീകരിച്ചു. അങ്ങനെ നെടുമ്പരക്കൽ വീട്ടിൽ അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം സമാധാനം തിരിച്ചെത്തി. ബാലചന്ദ്രനാണെങ്കിൽ ആകെ തളർന്ന് കസേരയിൽ ഇങ്ങനെ കിടക്കുകയായിരിക്കും. അലീന ഒരു ഗ്ലാസ് പാലുമായി അങ്ങോട്ടേക്ക് വന്നു. അങ്കിളെ, ഇത് കുടിക്ക്, വൈകുന്നേരത്തെ മരുന്ന് കഴിക്കാനുള്ളതല്ലേ, സമയം കഴിഞ്ഞു. ബാലചന്ദ്രൻ കണ്ണു തുറക്കാതെ തന്നെ കൈ വീശി അവളെ തടഞ്ഞു. എന്തിനാ മോളെ ഈ കിഴവൻ ഇനിയും മരുന്നിങ്ങനെ കഴിച്ച് ജീവിക്കുന്നത്? എന്റെ മോൻ ഒരു പെണ്ണിന്റെ ജീവിതം തകർത്തു എന്ന നാണക്കേട് ചുമന്നുകൊണ്ട് എനിക്കിനി വയ്യ. അലീന വന്നിട്ട് ബാലചന്ദ്രന്റെ അരികിലേക്ക് നിലത്തിരുന്നു. അച്ഛൻ വിശ്വസിക്കണം, രോഹിത് അത്ര വലിയ പാപമൊന്നും ഒരിക്കലും ചെയ്യില്ല. ഹരിയുടെ വാക്കുകളിൽ വീണുപോയതായിരിക്കാം. പക്ഷേ ആ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ അവൻ ഒരിക്കലും കൂട്ടുനിൽക്കില്ല. അപ്പോഴാണ് പെട്ടെന്ന് മുറ്റത്തൊരു പോലീസ് ജീപ്പ് വന്ന് നിൽക്കുന്നത്. ജീപ്പിൽ നിന്നും ഇറങ്ങി വന്ന രോഹിത്തിനെ കണ്ട് കൃഷ്ണമോളും ബബിതയും ഓടിച്ചെന്നു. രോഹിത്തിന്റെ വസ്ത്രങ്ങളെല്ലാം തന്നെ മുഷിച്ചിരുന്നു. മുഖത്ത് പോലീസുകാരുടെ മർദ്ദനമേറ്റ പാടുകളുണ്ടായിരുന്നു. അവൻ മെല്ലെ ഉമ്മറത്തേക്ക് കയറി വന്നു. ബാലചന്ദ്രൻ അവിടെ നിന്നും എഴുന്നേറ്റ് നിന്ന് മുഖം തിരിച്ചു. അച്ഛാ എന്ന് രോഹിത് വിളിച്ചതും ബാലചന്ദ്രന്റെ കൈ ഉയർത്തി അവനെ തടഞ്ഞു. എന്റെ ചോരയ്ക്ക് ഇത്രയും ദുർഗന്ധമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലടാ. നിനക്കൊരിക്കലും ഇവിടെ സ്ഥാനമില്ല എന്ന് പറയും. അതോടുകൂടി തന്നെ രോഹിത് ആകെ തകർന്നു പോയി. അവൻ അലീനയെ നോക്കി. അവന്റെ കണ്ണുകളിൽ സത്യസന്ധമായ സങ്കടമുണ്ടായിരുന്നു. അലീന, എനിക്ക് തെറ്റുപറ്റി. ഹരിയുടെ കൂടെ പോയത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റാണ്. പക്ഷേ ആ പെൺകുട്ടി നിലവിളിച്ചപ്പോൾ ഞാൻ അവനെ തടയാൻ ശ്രമിച്ചു. അവൻ എന്നെ തള്ളിയിട്ടു. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അലീന. അലീന എഴുന്നേറ്റ് രോഹിത്തിന്റെ അരികിലേക്ക് ചെന്നു. എന്നിട്ട് പറയുന്നത്, എനിക്കറിയാം, നീ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അച്ഛാ നോക്ക്, ഇവന്റെ കണ്ണുകളിൽ കള്ളമില്ല. ഇവനെ നമ്മൾ കൈവിട്ടു കഴിഞ്ഞാൽ അത് ഹരിയെ പോലുള്ളവർക്ക് കിട്ടുന്ന വിജയമായിരിക്കും. ബാലചന്ദ്രൻ വിറക്കുന്ന കൈകളോട് കൂടെ തന്നെ മകനെ നോക്കി. അലീന തുടർന്നു, ഞാൻ ഇത്രയും നാൾ ഈ വീട്ടിൽ നിന്നത് വെറുതെയല്ല. രോഹിത്തിനെ ചതിയിൽപ്പെടുത്തിയതാണെന്ന് തെളിയിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. എന്റെ കയ്യിൽ ചില വഴികളുണ്ട്. ഹരിയുടെ സുഹൃത്ത് വിനയൻ എന്നോടെല്ലാം തന്നെ തുറന്നു പറഞ്ഞിരുന്നു. നമുക്ക് ഈ സത്യം ഏതായാലും പുറത്തു കൊണ്ടുവരണമെന്ന് പറയും. ഇത് കേട്ടപ്പോൾ രോഹിത്തിന്റെ ഉള്ളിൽ ഒരു പ്രകാശമുണ്ടായി. അലീന എന്ന പെൺകുട്ടി വെറും ഒരു ജോലിക്കാരിയല്ല, മറിച്ച് തകർന്നു പോയ ഈ കുടുംബത്തെ പിടിച്ചു നിർത്തുന്ന നട്ടലാണ് എന്ന് ബബിതക്കും കൃഷ്ണമോൾക്കും രോഹിത്തിനും എല്ലാവർക്കും മനസ്സിലായി. ബബിതയും കൃഷ്ണമോളും വന്നിട്ട് മെല്ലെ അലീനയുടെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. അന്ന് ആദ്യമായി ബബിതയുടെ കണ്ണുകളിൽ പരിഹാസത്തിന് പകരം സ്നേഹം നിറഞ്ഞു. അങ്ങനെ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.